നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജില്ലയിൽ ഗാന്ധി ജയന്തി വാരാഘോഷങ്ങൾക്ക് തുടക്കം. മഹാത്മാഗാന്ധി പഠിപ്പിച്ച സേവനത്തിന്റെയും ശുചിത്വത്തിന്റെയും പാഠങ്ങൾക്ക് എക്കാലവും പ്രസക്തിയുണ്ടെന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിച്ചൻ നേർനാകുന്നേൽ. വിജയദശമി ദിനത്തിൽ ആദ്യാക്ഷരം കുറിച്ച് അറിവിന്റെ ലോകത്തിലേക്ക് ചുവടുവെച്ച് കുരുന്നുകൾ. വിവിധ ക്ഷേത്രങ്ങളിലും വിദ്യാരംഭം ചടങ്ങുകൾ നടന്നു. കള്ളിമാലി ദേവി ക്ഷേത്രത്തിൽ വിദ്യാരംഭം കുറിച്ചത് നിരവധി കുരുന്നുകൾ. അടിമാലി കല്ലാർകുട്ടിക്ക് സമീപം മുതിരപ്പുഴയിൽ യുവാവ് മുങ്ങി മരിച്ചു. 5-ാം മൈൽ ചക്കുങ്കൽ അതുൽ ജിജിയാണ് മരിച്ചത്. മൃതദേഹം അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. പൂജാവധി ആഘോഷിക്കാൻ ഇടുക്കിയിൽ വിനോദസഞ്ചാരികളുടെ തിരക്ക്. കാലാവസ്ഥ അനുകൂലമായതും ഇത്തവണ വിനോദസഞ്ചാര മേഖലയ്ക്ക് തുണയായി. പ്രധാന കേന്ദ്രങ്ങളായ വാഗമൺ, തേക്കടി എന്നിവിടങ്ങളിലും സഞ്ചാരികളുടെ തിരക്ക്. വിശദമായ വാർത്തകളിലേക്ക്. ജില്ലയിൽ ഗാന്ധി ജയന്തി വാരാഘോഷങ്ങൾക്ക് തുടക്കം. മഹാത്മാഗാന്ധി പഠിപ്പിച്ച സേവനത്തിന്റെയും ശുചിത്വത്തിന്റെയും പാഠങ്ങൾക്ക് എക്കാലവും പ്രസക്തിയുണ്ടെന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിച്ചൻ നേർനാകുന്നേൽ. ഇടുക്കി ജില്ലാ ഭരണകൂടത്തിന്റെയും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിന്റെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഗാന്ധി ജയന്തി വാരാഘോഷം ജില്ലാതല പരിപാടിയോടനുബന്ധിച്ച് പൈനാവ് ടൗണിൽ സംഘടിപ്പിച്ച ശുചീകരണ യജ്ഞം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. ഗാന്ധിജി പഠിപ്പിച്ച ശുചിത്വത്തിന്റെ പാഠങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു തലമുറയെ സൃഷ്ടിക്കേണ്ടത് ഒരു രാജ്യത്തിന്റെ ആവശ്യകതയാണ്. അദ്ദേഹം പകർന്നു നൽകിയ സത്യത്തിന്റെയും അഹിംസയുടെയും മൂല്യങ്ങളിൽ ഉറച്ചു നിന്ന ജീവിതം കെട്ടിപ്പടുക്കാൻ നാം ശ്രദ്ധിക്കണമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. സത്യവും അഹിംസയിലും ഉറച്ചു നിന്നുകൊണ്ട് വലിയൊരു മാർഗദർശനമാണ് നമുക്ക് കണ്ടത്. ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കുവാൻ സഹന സമരങ്ങളിലൂടെ സത്യത്തിലും നീതിയിലും ഉറച്ചു നിന്നുകൊണ്ട് നിസ്സഹകരണ പ്രസ്ഥാനത്തിലൂടെ ആണ് അദ്ദേഹം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്. പരിസരം വൃത്തികേടായി കിടക്കുന്നതിനേക്കാൾ നല്ലത് മരണമാണെന്ന് പറഞ്ഞ മഹാത്മാവിന്റെ വാക്കുകൾ ഏറെ പ്രസക്തിയോടെ ഓർക്കണമെന്ന് ചടങ്ങിൽ ഗാന്ധി ജയന്തി ദിന സന്ദേശം നൽകിയ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ഷൈജു പി ജേക്കബ് പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് അംഗം KG സത്യൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രാജു ജോസഫ്, ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ പ്രിൻസ് ബാബു, ഹരിതകർമ്മ സേനാംഗങ്ങൾ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഗാന്ധി ജയന്തി വാരാഘോഷത്തിന്റെ ഭാഗമായി സിവിൽ സ്റ്റേഷൻ വളപ്പിലെ ഗാന്ധി പ്രതിമയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിച്ചൻ നേർനാകുന്നേൽ, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ഷൈജു പി ജേക്കബ് തുടങ്ങിയവർ പുഷ്പാർച്ചന നടത്തി. ഒക്ടോബർ 8 വരെ വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി വാരാഘോഷത്തിന്റെ ഭാഗമായി പരിപാടികൾ സംഘടിപ്പിക്കും. സേവനവാരത്തിന്റെ ഭാഗമായി സ്കൂളുകളിൽ റാലി, ക്വിസ് മത്സരം, സ്കിറ്റുകൾ തുടങ്ങിയവ സംഘടിപ്പിക്കും. ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി ഓൺലൈൻ ക്വിസ്, പ്രസംഗ മത്സരങ്ങൾ സംഘടിപ്പിക്കും. കൂടാതെ AI വീഡിയോ ക്രിയേഷൻ, ഡിജിറ്റൽ പോസ്റ്റർ ഡിസൈനിംഗ്, ദേശഭക്തി ഗാനാലാപനം, കാർട്ടൂൺ രചന തുടങ്ങിയ മത്സരങ്ങളും ഉണ്ടാകും. വിജയികൾക്ക് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്യും. സിറ്റി വിഷൻ, ഇടുക്കി. ഗാന്ധി ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി രാജാക്കാട് അടിവാരത്തെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. അടിവാരം ടൗണിലാണ് ശുചീകരണ പരിപാടി സംഘടിപ്പിച്ചത്. സേവനവാര പരിപാടികൾക്ക് തുടക്കം കുറിച്ചാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ശുചീകരണ പരിപാടി സംഘടിപ്പിച്ചത്. വഴിയോരത്തെ കാടുകൾ വെട്ടിത്തെളിച്ചും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്തുമാണ് ശുചീകരണ പരിപാടി സംഘടിപ്പിച്ചത്. രാജാക്കാട് പഞ്ചായത്തിലെ അടിവാരം ഭാഗത്ത് ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ഞങ്ങളുടെ പ്രദേശങ്ങൾ ശുചീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടുത്തെ വയോജനങ്ങളും യുവാക്കളും ഒക്കെ കൂടെ ചേർന്നാണ് ഇത്തരത്തിലൊരു സംരംഭത്തിന് തുടക്കം കുറിച്ച് എല്ലാവരും രാവിലെ തന്നെ വന്ന് പരിസര ശുചീകരണത്തിൻ്റെ ഭാഗമായി അത് പുതിയ തലമുറയ്ക്ക് ഒരു സന്ദേശമാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത്. പ്രദേശത്തുള്ള വയോജനങ്ങളും യുവജനങ്ങളും അടക്കം പരിപാടിയിൽ പങ്കെടുത്തു. കാലങ്ങളായുള്ള അടിവാരം ടൗണിലെ വെള്ളക്കെട്ടിനും ശുചീകരണ പരിപാടിയിലൂടെ പരിഹാരം കണ്ടു. സിറ്റി വിഷൻ, രാജാക്കാട്. ഉചിതമായ രീതിയിൽ രാജ്യം ഗാന്ധി ജയന്തി ആഘോഷിക്കുക എന്ന സന്ദേശം വിളിച്ചോതി തൂക്കുപാലം രാജീവ് ഗാന്ധി സ്വയം സഹായ സംഘം പ്രവർത്തകരുടെ നേതൃത്വത്തിൽ തൂക്കുപാലം ടൗൺ ശുചീകരിച്ചു.
തൂക്കുപാലം ടൗണിൽ കാലങ്ങളായി മാലിന്യം കുന്നുകൂടിയ അവസ്ഥയായിരുന്നു. 3 ഗ്രാമപഞ്ചായത്തുകൾ അതിർത്തി പങ്കിടുന്ന ടൗണാണ് തൂക്കുപാലം. കരുണാപുരം, നെടുങ്കണ്ടം, പാമ്പാടുംപാറ തുടങ്ങിയ പഞ്ചായത്ത് അധികൃതരോട് നിരവധി തവണ നാട്ടുകാരും സംഘം പ്രവർത്തകരും ശുചീകരണം നടത്തണമെന്നാവശ്യപ്പെട്ടെങ്കിലും കാര്യമായ ഇടപെടലൊന്നും ഉണ്ടായില്ല. ഹരിതകർമ്മസേന അംഗങ്ങളെ വിട്ട ചില ദിവസങ്ങളിൽ മാത്രം ടൗൺ ക്ലീനാക്കുന്ന ഇടപെടൽ മാത്രമാണ് പഞ്ചായത്തുകൾ നടത്തിയിട്ടുള്ളത്. ഇതിനാൽ തന്നെ എല്ലാ വർഷത്തെയും നിന്ന് വ്യത്യസ്തമായി ഇത്തവണ ഏറ്റെടുക്കുന്ന പൊതുപരിപാടി ശുചീകരണ പ്രവർത്തനമാകണമെന്ന് സംഘത്തിന്റെ കമ്മിറ്റി തീരുമാനിക്കുകയായിരുന്നു. ഇതനുസരിച്ച് രാവിലെ മുതൽ സംഘം പ്രവർത്തകർ ടൗൺ ക്ലീൻ ചെയ്യുവാൻ തുടങ്ങി. തൂക്കുപാലത്ത് പ്രവർത്തിക്കുന്ന രാജീവ് ഗാന്ധി സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഗാന്ധി ജയന്തി ദിനത്തില് മഹാത്മാഗാന്ധിയുടെ ചിത്രത്തില് രാവിലെ പുഷ്പാർച്ചന നടത്തുകയും അതിനുശേഷം പായസം വിതരണം ചെയ്യുകയാണ്. ഉചിതമായ രീതിയിൽ ഗാന്ധി ജയന്തി ആഘോഷിക്കുക എന്നുള്ളത് ഓരോ ഇന്ത്യക്കാരന്റെയും കടമയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് രാജീവ് ഗാന്ധി സ്വയം സഹായ സംഘം പ്രസിഡന്റ് പി ബാലചന്ദ്രൻ, സെക്രട്ടറി എസ് സന്തോഷ് കുമാർ, ട്രഷറർ പി പ്രദീപ് കുമാർ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. തുടർന്ന് പായസ വിതരണവും നടത്തിയാണ് സംഘം ഗാന്ധി ജയന്തി ആഘോഷിച്ചത്. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. പൊതുനിരത്തുകൾ ശുചിയാക്കി ഇൻഫാം. ഗാന്ധി ജയന്തി ദിനത്തിൽ ഇൻഫാം കർഷക കൂട്ടായ്മ രാജഗിരി ഗ്രാമസമിതിയുടെ നേതൃത്വത്തിൽ മുഴുവൻ യൂണിറ്റുകളിലും പൊതുവിടങ്ങൾ ശുചീകരിച്ചു. കർഷക നന്മയ്ക്കായി പ്രവർത്തിക്കുന്ന ഇൻഫാമിന്റെ നേതൃത്വത്തിൽ എന്റെ ഗ്രാമം എന്റെ വീട് എന്ന മുദ്രാവാക്യമുയർത്തിയാണ് പൊതുശുചീകരണ യജ്ഞം നടത്തിയത്. ഉപ്പുതറ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. രാജഗിരി ഗ്രാമസമിതി രക്ഷാധികാരി ഫാദർ ജോഷി വാണിയപ്പുരയ്ക്കൽ, പ്രസിഡന്റ് സജി മാടശ്ശേരി, സെക്രട്ടറി റോയി മുതുപ്ലാക്കൽ, ഗ്രാമസമിതി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, യൂണിറ്റ് പ്രസിഡന്റുമാർ എന്നിവർ നേതൃത്വം നൽകി. സിറ്റി വിഷൻ, ഉപ്പുതറ. വിജയദശമി ദിനത്തിൽ ആദ്യാക്ഷരം കുറിച്ച അറിവിന്റെ ലോകത്തിലേക്ക് ചുവടുവെച്ച് കുരുന്നുകൾ. വിവിധ ക്ഷേത്രങ്ങളിലും വിദ്യാരംഭ ചടങ്ങുകൾ നടന്നു. കള്ളിമാലി ദേവീക്ഷേത്രത്തിൽ നിരവധി കുരുന്നുകളാണ് വിദ്യാരംഭം കുറിച്ചത്. മറ്റ് മേഖലകളിൽ നിന്ന് വ്യത്യസ്തമായി ഡിജിറ്റൽ വിദ്യാരംഭത്തിനും ഇവിടെ സൗകര്യമൊരുക്കിയിരുന്നു. വിജയദശമി ദിനം വിദ്യാഭ്യാസത്തിന് ശുഭകരമായ ദിനമായി കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദിനത്തിൽ വിദ്യയുടെ ദേവതയായ സരസ്വതിയെ ആരാധിക്കുന്നു. നവരാത്രിയുടെ അവസാന ദിനമായ വിജയദശമി ജ്ഞാനത്തിൻ്റെയും വിദ്യയുടെയും ആരംഭത്തിന് ഏറ്റവും മികച്ച സമയമാണ്. ഈ ദിനത്തിൽ വിദ്യാരംഭം കുറിക്കുന്നത് വിജയകരവും ജ്ഞാനപ്രദവുമാകുമെന്നാണ് വിശ്വാസം. സരസ്വതി ദേവിയുടെ അനുഗ്രഹത്താൽ വിദ്യാർത്ഥികൾക്ക് ബുദ്ധിയും ജ്ഞാനവും ലഭിക്കുമെന്നാണ് വിശ്വാസം. വിദ്യാരംഭത്തിന്റെ ഭാഗമായി കള്ളിമാലി ദേവീക്ഷേത്രത്തിൽ 200ഓളം കുരുന്നുകളാണ് വിദ്യാരംഭം കുറിച്ചത്. വിജയദശമിയോടനുബന്ധിച്ച് പ്രത്യേക പൂജകളും നടന്നു. നമ്മുടെ ക്ഷേത്രത്തെ സംബന്ധിച്ച് പുരാതന കാലം മുതൽ തന്നെ അമ്മയുടെ സന്നിധാനത്തിൽ വന്ന് വിദ്യ അഭ്യസിക്കുന്ന അതിന്മേൽ ഹരിശ്രീ കുറിക്കുന്ന ദിനമാണിന്ന്. ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം എന്ന് പറയുന്നത് നമ്മളുടെ ഭാവി കുഞ്ഞുങ്ങളുടെ തലമുറയ്ക്ക് വിദ്യ പകർന്നു കൊടുക്കുന്നതിനും അവർക്ക് വേണ്ട പ്രചോദനം നൽകുന്ന നമ്മുടെ ഈ സന്നിധാനം, ഈ സവിധം നല്ല രീതിയിൽ പ്രയോജനപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഓരോ വർഷം കൂടുന്നതോറും ഇവിടുന്ന് കുട്ടികളെ കൊണ്ടുവന്ന് എഴുതിക്കുന്ന തിരക്ക് കൂടിക്കൂടി വരുന്നതേ ഉള്ളൂ. വിജയദശമി ദിനത്തിൽ ഉപകരണങ്ങളും ആയുധങ്ങളും പൂജിക്കുന്ന പതിവുമുണ്ട്. ആയുധങ്ങളും ഉപകരണങ്ങളും കൊണ്ട് ജീവിതം നയിക്കുന്നവർക്ക് ഇവയുടെ ഉപയോഗത്തിൽ വിജയവും സുരക്ഷയും ലഭിക്കാൻ ആയുധ പൂജകൾ സഹായിക്കുമെന്നാണ് വിശ്വാസം. കള്ളിമാലി ദേവീക്ഷേത്രത്തിൽ നടന്ന ചടങ്ങുകൾക്ക് മേൽശാന്തി ശിവപ്രസാദ് എംബ്രാന്തി, നീലകണ്ഠൻ എംബ്രാന്തി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് സുകുമാരൻ നായർ, പ്രസിഡന്റ് ഷാജി, ഖജാൻജി മോഹനൻ, വൈസ് പ്രസിഡന്റ് അജയൻ എന്നിവർ നേതൃത്വം നൽകി. സിറ്റി വിഷൻ, രാജാക്കാട്. അടിമാലി കല്ലാർകുട്ടിക്ക് സമീപം മുതിരപ്പുഴയിൽ യുവാവ് മുങ്ങി മരിച്ചു. 5-ാം മൈൽ ചക്കുങ്കൽ അതുൽ ജിജിയാണ് മരിച്ചത്. മൃതദേഹം അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് സംഭവം നടന്നത്. യുവാവ് പുഴയിൽ വീണത് സമീപത്ത് മീൻ പിടിച്ചുകൊണ്ടിരുന്നവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഇവർ യുവാവിനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും ആഴത്തിൽ മുങ്ങിപ്പോകുകയായിരുന്നു. തുടർന്ന് അടിമാലി ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയാണ് യുവാവിനെ പുറത്തെടുത്തത്. മൃതദേഹം അടിമാലി താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി.
പൂജ അവധി ആഘോഷിക്കാൻ ഇടുക്കിയിൽ വിനോദസഞ്ചാരികളുടെ തിരക്ക്. കാലാവസ്ഥ അനുകൂലമായതും ഇത്തവണ വിനോദസഞ്ചാര മേഖലയ്ക്ക് തുണയായി. പ്രധാന കേന്ദ്രങ്ങളായ വാഗമൺ, തേക്കടി എന്നിവിടങ്ങളിലും സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചിട്ടുണ്ട്. തുടർച്ചയായി അവധി ദിവസങ്ങൾ എത്തിയതോടെ ഏറെ സജീവമാണ് ഇടുക്കിയുടെ വിനോദസഞ്ചാര മേഖല. മൂന്നാറും വാഗമണ്ണും തേക്കടിയുമെല്ലാം സഞ്ചാരികളെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു. ഓണം സീസണിൽ ഉൾപ്പെടെ ഇത്തവണ മഴ വില്ലനായിരുന്നു. എന്നാൽ പൂജ അവധിക്കാലത്ത് കാലാവസ്ഥ അനുകൂലമായി. രാമക്കൽമേട്, തൊമ്മൻകുത്ത്, ശ്രീനാരായണപുരം, കാൽവരി മൗണ്ട് തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും തിരക്കാണ്. കാലാവസ്ഥയും പ്രകൃതി മനോഹാരിതയുമാണ് ഇടുക്കിയെ സഞ്ചാരികൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത്. ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളിയാണ്, നല്ല വൈബുള്ള സ്ഥലം, എല്ലാവരും കണ്ടിരിക്കേണ്ട സ്ഥലമാണ്. നല്ല കാലാവസ്ഥ, നല്ല അടിപൊളി. ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അവധി ദിവസങ്ങൾ എത്തിയതോടെ തദ്ദേശീയ സഞ്ചാരികൾക്കൊപ്പം ഉത്തരേന്ത്യയിൽ നിന്നുള്ള ഒട്ടേറെ പേരും ഇടുക്കിയിലെത്തുന്നു. നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇടുക്കിയുടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സജീവമാക്കുന്നതിന്റെ ആഹ്ലാദത്തിലാണ് ഈ മേഖല ആശ്രയിച്ച് ജീവിക്കുന്നവരും. സിറ്റി വിഷൻ, കുമളി. ഇനി മനോഹര കാഴ്ചകളുമായി ബ്യൂട്ടി സ്പോട്ട്. തേക്കടിയിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഒട്ടകത്തലമേട് വ്യൂ പോയിന്റ്. ആയിരക്കണക്കിനടി ഉയരത്തിൽ നിന്ന് മുല്ലപ്പെരിയാറും തേക്കടി തടാകവുമടക്കം ആസ്വദിക്കാൻ കഴിയുമെന്നതാണ് ഒട്ടകത്തലമേട്ടിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്നത്. ലോക വിനോദസഞ്ചാര കേന്ദ്രമായ തേക്കടിയോട് തൊട്ടുരുമിക്കിടക്കുന്ന അതിമനോഹര പ്രദേശമാണ് ഒട്ടകത്തലമേട്. സമുദ്രനിരപ്പിൽ നിന്ന് 2000-ഓളം അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതും സഞ്ചാരികൾക്ക് വ്യക്തമായി ദൂരക്കാഴ്ച കാണാനാകുന്ന പ്രദേശമെന്നതാണ് ഒട്ടകത്തലമേടിന്റെ പ്രത്യേകത. ഉയരമുള്ള കുന്നുകൾ നിറഞ്ഞ ഒട്ടകത്തലമേട്ടിലെത്തുന്നവർക്ക് ഇവിടെ നിന്നാൽ തേക്കടി തടാകം, കുമളിപ്പട്ടണം, തമിഴ്നാട്ടിലെ വിശാലമായ നെൽപ്പാടങ്ങൾ, പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ മംഗലാദേവി ക്ഷേത്രം, കൃഷിയിടങ്ങൾ എന്നീ മനോഹര കാഴ്ചകൾ കാണാൻ കഴിയും. തേക്കടിയിലെത്തുന്ന വിനോദസഞ്ചാരികൾ ഇവിടെയും കൺകുളിർക്കെ ആസ്വദിച്ചാണ് മടങ്ങാറുള്ളത്. നിരവധി സ്വകാര്യ റിസോർട്ടുകളും റെസ്റ്റോറന്റുകളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. കൂടുതൽ അടിസ്ഥാന വികസന പദ്ധതികൾ നടപ്പിലാക്കിയാൽ കൂടുതൽ മനോഹാരിതമായി മാറുന്ന ഒട്ടകത്തലമേട് കാണാനായി സഞ്ചാരികൾ ഒഴുകിയെത്തുമെന്നതാണ് പ്രതീക്ഷ. സിറ്റി വിഷൻ, കുമളി. ഇനി ചെറിയൊരിടവേള. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലവും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. ഓഫറുകളുടെ ഓണക്കാലവുമായി വാഴാട്ട് സൂപ്പർ മാർക്കറ്റ് രാജാക്കാട്ടിൽ. എല്ലാവിധ നിത്യോപയോഗ സാധനങ്ങളും വമ്പൻ വിലക്കുറവിൽ. ഓഫറുകളുടെ പെരുമഴ. 1 കിലോയുടെ പുട്ടുപൊടി വാങ്ങിയാൽ കൂടെ 2 രൂപയ്ക്ക് 1/2 കിലോയുടെ പുട്ടുപൊടി. 1 കിലോയുടെ അപ്പപ്പൊടി വാങ്ങുമ്പോൾ ചിക്കൻ മസാല സൗജന്യം. സാമ്പാർ പൊടി വാങ്ങിയാലും ചിക്കൻ മസാല ഫ്രീ. 388 രൂപയ്ക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ. നാടൻ തേങ്ങ 78 രൂപയ്ക്ക്. കല്ലും കലർപ്പുമില്ലാത്ത കുത്തരി 199 രൂപയ്ക്ക് 5 കിലോ സോപ്പ് പൊടി. 130 രൂപയുടെ ബാർ സോപ്പ് വാങ്ങിയാൽ 130 രൂപയുടെ സോപ്പ് സൗജന്യം. സോപ്പ് ഓയിലുകൾക്ക് 80 രൂപ മുതൽ 90 രൂപ വരെ ഓഫർ. കൂടാതെ ലേഡീസ് ഐറ്റംസ്, ഗിഫ്റ്റ് ഐറ്റംസ്, കുട്ടികൾക്കായുള്ള കളിപ്പാട്ടങ്ങൾ, പലചരക്ക്, ഗിഫ്റ്റ്, ഫാൻസി, ബ്യൂട്ടി, ടോയ് ഐറ്റംസ് ഇനി ഒരു കുടക്കീഴിൽ. ഇനി കുടുംബ ബഡ്ജറ്റിന്റെ താളം തെറ്റില്ല. വാഴാട്ട് സൂപ്പർ മാർക്കറ്റ്, പങ്കജ് ഹോട്ടലിന് സമീപം, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, രാജാക്കാട്.
വീണ്ടും വാർത്തകളിലേക്ക്. സർക്കാരിന്റെ 5 വർഷത്തെ ഭരണ നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കുക എന്ന ലക്ഷ്യവുമായി രാജാക്കാട് പഞ്ചായത്തിൽ 14-ന് നടക്കുന്ന വികസന സദസ്സിന്റെ സ്വാഗത സംഘം രൂപീകരിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിജി സന്തോഷ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ രതീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. KP സുബീഷ് സ്വാഗതവും ലേഖ സുനിൽകുമാർ നന്ദിയും അർപ്പിച്ചു. വാർഡ് മെമ്പർ CR രാജു, കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാജി വയലിൽ, CPI സെക്രട്ടറി MA ഷിനു, CDS ചെയർപേഴ്സൺ KP വത്സ, അരുൺ കാഞ്ഞിരത്തിങ്കൽ എന്നിവർ പ്രസംഗിച്ചു. അതിലോട്ട് നമ്മൾ ഒരു 150 മുതൽ 350 പേരെ വരെ നമ്മൾ പങ്കെടുപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് ഓരോ വാർഡിൽ നിന്നും ഒരു 50 പേരെങ്കിലും കുറഞ്ഞത് പങ്കെടുക്കാനുള്ള ഒരു ഇടപെടൽ നിങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കണം. നെടുങ്കണ്ടം ഉപജില്ല കോക്കോ ഓവറോൾ ചാമ്പ്യന്മാരായി സേനാപതി മാർബേസിൽ സ്കൂൾ. സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിന്റെ ഭാഗമായുള്ള നെടുങ്കണ്ടം സബ് ജില്ലാ കോക്കോ ചാമ്പ്യൻഷിപ്പിലാണ് സേനാപതി മാർബേസിൽ സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാരായത്. സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിന്റെ ഭാഗമായുള്ള നെടുങ്കണ്ടം സബ് ജില്ലാ കോക്കോ ചാമ്പ്യൻഷിപ്പിൽ ഓവറോൾ ചാമ്പ്യന്മാരായി സേനാപതി മാർബേസിൽ സ്കൂളിൽ നടന്ന മത്സരത്തിൽ 40ഓളം ടീമുകൾ പങ്കെടുത്തു. സീനിയർ ഗേൾസ്, ജൂനിയർ ഗേൾസ്, സബ് ജൂനിയർ ഗേൾസ്, സീനിയർ ബോയ്സ് എന്നീ വിഭാഗത്തിൽ 1-ാം സ്ഥാനവും ജൂനിയർ ബോയ്സിൽ 2-ാം സ്ഥാനവും ഉൾപ്പെടെ 46 പോയിന്റുകളോടെയാണ് ആതിഥേയരായ മാർബേസിൽ സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാരായത്. 38 പോയിന്റുകളോടെ സെന്റ് സേവിയേഴ്സ് ചെമ്മണ്ണാർ സ്കൂൾ 2-ാം സ്ഥാനം നേടി. മത്സരങ്ങളുടെ ഔദ്യോഗിക ഉദ്ഘാടനം സ്കൂൾ മാനേജർ ഫാദർ എൽദോസ് പുൽപ്പറമ്പിൽ നിർവഹിച്ചു. നിർവഹിച്ച ചടങ്ങിൽ ഹെഡ് മിസ്റ്റേഴ്സ് ഡെയ്സി മാത്യു, പ്രിൻസിപ്പൽമാരായ ബിനു പോൾ, ധന്യ S നായർ, കായിക അധ്യാപക സംഘടന സംസ്ഥാന അംഗം ഡോക്ടർ സജീവ് C നായർ, കായിക അധ്യാപകരായ എബിൻ K ജോണി, ടിബിൻ, ഷൈന, ഹിമ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. സിറ്റി വിഷൻ, സേനാപതി. ദേവികുളം താലൂക്ക് കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ടിന്റെ നേതൃത്വത്തിൽ ഷിനു K രാഘവൻ മെമ്മോറിയൽ ബാഡ്മിന്റൺ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. D ലെവൽ ബാഡ്മിന്റൺ ടൂർണമെന്റാണ് നടന്നത്. അടിമാലി ക്ലബ്ബിലായിരുന്നു ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. എല്ലക്കൽ സർവീസ് സഹകരണ ബാങ്കിലെ സെക്രട്ടറിയായിരുന്ന ഷിനു K രാഘവൻ അകാലത്തിൽ പൊലിഞ്ഞ സഹപ്രവർത്തകന്റെ മായാത്ത ഓർമ്മകൾക്ക് തിളക്കം നൽകിയായിരുന്നു ദേവികുളം താലൂക്ക് കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ടിന്റെ നേതൃത്വത്തിൽ അടിമാലിയിൽ ഷിനു K രാഘവൻ മെമ്മോറിയൽ ബാഡ്മിന്റൺ ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. എല്ലക്കൽ സർവീസ് സഹകരണ ബാങ്കിന്റെ സെക്രട്ടറി അദ്ദേഹം ആഗ്രഹിച്ച ഒരു കാര്യമാണ് ഇതുപോലെയുള്ള ടൂർണമെന്റുകൾ നടത്തി പൊതു സമൂഹത്തെ മാതൃകയായി മുന്നോട്ട് പോകണമെന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. D ലെവൽ ബാഡ്മിന്റൺ ടൂർണമെന്റാണ് നടന്നത്. അടിമാലി ക്ലബ്ബിൽ നടന്ന ടൂർണമെന്റിൽ നിരവധി ടീമുകൾ പങ്കാളിത്തം വഹിച്ചു. എല്ലക്കൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് OR ശശി ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സംഘടനാ നിയോജക മണ്ഡലം പ്രസിഡന്റ് റഷീദ് അധ്യക്ഷത വഹിച്ചു. ജോർജ് തോമസ്, PR സലിംകുമാർ, T സിദ്ദിഖ്, ജേക്കബ് പോൾ, EK ചന്ദ്രൻ, ജസ്റ്റിൻ KS, PN മോഹനൻ, അഡ്വക്കേറ്റ് ജോബി ചെമ്മല, രഞ്ജിത്ത്, ഗിരീഷ്, AD ജോളി തുടങ്ങിയവർ സംസാരിച്ചു. സിറ്റി വിഷൻ, അടിമാലി. ജനങ്ങളുടെ സമ്മതിദാനാവകാശം മോഷ്ടിക്കാതിരിക്കുക. ഇന്ത്യയിലെ പൗരന്മാരായ ജനങ്ങൾ വോട്ടർ പട്ടികയിൽ നടക്കുന്ന കൃത്രിമത്വവും തങ്ങളുടെ വോട്ടവകാശവും നിഷേധിക്കുന്ന ഇടപെടലുകളും അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തൊടുപുഴ ഗാന്ധി സ്ക്വയറിൽ സിഗ്നേച്ചർ ക്യാമ്പയിൻ നടത്തി. കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി, ഇടുക്കി ഭരണഘടനാ സംരക്ഷണ സമിതി. നമ്മുടെ ജനാധിപത്യം നിലകൊള്ളുന്നത് ഓരോ വോട്ടിന്റെയും ശക്തിയിലാണ്. ഇന്ന് ഇതിന്റെ അടിത്തറ തന്നെ ആക്രമിക്കപ്പെടുകയാണ്. രാജ്യത്തെ പല നിയോജക മണ്ഡലങ്ങളിലും വോട്ടർ പട്ടികയിലെ ലക്ഷക്കണക്കിന് പേരുകളിൽ പ്രധാനപ്പെട്ട പല വിവരങ്ങളുമില്ല. പല എൻട്രികളും ഡ്യൂപ്ലിക്കേറ്റുകളുമായി കാണപ്പെടുന്നു. കൂടാതെ ലക്ഷക്കണക്കിന് പേരുകൾ പട്ടികയിൽ നിന്ന് അന്യമായി ഒഴിവാക്കപ്പെട്ടു. ചില പ്രത്യേക ജനവിഭാഗങ്ങളെ ലക്ഷ്യം വെച്ചാണ് ഈ തിരിമറികൾ നടത്തുന്നത്. യഥാർത്ഥ വോട്ടുകൾ ഇല്ലാതെയാക്കാൻ വഞ്ചനാപരമായ രീതിയിൽ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗാന്ധി ജയന്തി ദിനത്തിൽ ഗാന്ധി സ്ക്വയറിൽ വെച്ച് കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി സിഗ്നേച്ചർ ക്യാമ്പയിൻ നടത്തിയത്.
ഫോട്ടോയുള്ള മെഷീൻ റീഡബിൾ വോട്ടർ പട്ടിക പൊതുജന പരിശോധനയ്ക്ക് ലഭ്യമാക്കുക. ഓരോ തെരഞ്ഞെടുപ്പിനു മുമ്പ് ഫോട്ടോയോടുകൂടിയ ഒഴിവാക്കൽ, കൂട്ടിച്ചേർക്കൽ പട്ടികകൾ പൊതുജനങ്ങൾക്ക് പരിശോധനയ്ക്ക് നൽകുക. വോട്ടർ പട്ടികയിൽ നിന്നും അനാവശ്യമായി ഒഴിവാക്കപ്പെട്ടാൽ അതിനെതിരെ പരാതി നൽകി അത് പരിഹരിക്കൽ, അതിവേഗ പരാതി പരിഹാര സംവിധാനം സൃഷ്ടിക്കുക തുടങ്ങിയവയാണ് വേദിയുടെ ആവശ്യങ്ങൾ. ഗാന്ധി ദർശൻ വേദി ഇടുക്കി ജില്ലാ ചെയർമാൻ ജോർജ് ജോൺ, ഭരണഘടനാ സംരക്ഷണ സമിതി ഇടുക്കി ജില്ലാ ചെയർമാൻ ജെയിംസ് കോലാനി, മറ്റു ഭാരവാഹികളായ ഐവൻ സെബാസ്റ്റ്യൻ, എ സുകുമാരൻ, SG സുദർശനൻ തുടങ്ങിയവർ ഒപ്പ് ശേഖരണത്തിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ തൊടുപുഴ. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 10,880 രൂപ, പവന് 87,040 രൂപ, വെള്ളി ഗ്രാമിന് 163 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലയിൽ ഗാന്ധി ജയന്തി വാരാഘോഷങ്ങൾക്ക് തുടക്കം. മഹാത്മാഗാന്ധി പഠിപ്പിച്ച സേവനത്തിന്റെയും ശുചിത്വത്തിന്റെയും പാഠങ്ങൾക്ക് എക്കാലവും പ്രസക്തിയുണ്ടെന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാധിച്ചൻ നേർനാകുന്നേൽ. വിജയദശമി ദിനത്തിൽ ആദ്യാക്ഷരം കുറിച്ച് അറിവിന്റെ ലോകത്തിലേക്ക് ചുവടുവെച്ച കുരുന്നുകൾ. വിവിധ ക്ഷേത്രങ്ങളിലും വിദ്യാരംഭം ചടങ്ങുകൾ നടന്നു. കള്ളിമാലി ദേവി ക്ഷേത്രത്തിൽ വിദ്യാരംഭം കുറിച്ചത് നിരവധി കുരുന്നുകൾ. അടിമാലി കല്ലാർകുട്ടിക്ക് സമീപം മുതിരപ്പുഴയിൽ യുവാവ് മുങ്ങി മരിച്ചു. 5-ാം മൈൽ ചക്കുങ്കൽ അതുൽ ജിജിയാണ് മരിച്ചത്. മൃതദേഹം അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. പൂജാവധി ആഘോഷിക്കാൻ ഇടുക്കിയിൽ വിനോദസഞ്ചാരികളുടെ തിരക്ക്. കാലാവസ്ഥ അനുകൂലമായതും ഇത്തവണ വിനോദസഞ്ചാര മേഖലയ്ക്ക് തുണയായി. പ്രധാന കേന്ദ്രങ്ങളായ വാഗമൺ, തേക്കടി എന്നിവിടങ്ങളിലും സഞ്ചാരികളുടെ തിരക്ക്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.